അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ച. പിണറായി 3.0 ലക്ഷ്യമിട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമായി പിണറായി സർക്കാർ. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി. നിലവിൽ സഹായം കിട്ടാത്ത 35നും 60നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പും പ്രഖ്യാപിച്ചു. അങ്കണവാടി ജീവനക്കാർ, സാക്ഷരതാ പ്രേരക്, ആശാ വർക്കർമാർ എന്നിവർക്ക് 1000 രൂപ കൂടി പ്രതിമാസ ഓണറേറിയവും നൽകും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസ തീരുമാനങ്ങളുണ്ട്. ഒരു ഗഡു DA കൂടി എല്ലാവർക്കും അനുവദിച്ചു. ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭ്യമാവുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു ബജറ്റ് അവതരണ മാതൃകയിലുള്ള ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ. അതേസമയം ജനപ്രിയ ബജറ്റുകളെ തോൽപ്പിക്കുന്ന നിലയിലുള്ള ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പിണറായി വിജയൻ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും തട്ടിപ്പാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു മിനി ബജറ്റ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ ജനങ്ങൾക്ക് മേൽ വൻ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതാണ്. ജനം യാതൊരു ഗൌരവവും ഇതിന് നൽകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ആശാപ്രവർത്തകർക്കുള്ള ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി ആശാ വർക്കർമാർ. വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും 1000 രൂപ എത്രയോ ചെറുതാണെന്നും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരത്തിന്റെ രൂപം എങ്ങനെ വേണമെന്ന് നാളത്തെ യോഗത്തിൽ തീരുമാനിക്കുമെന്നും ആശാ സമരസമിതി പ്രതിനിധി മിനി പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ധാരണാപത്രം ഒപ്പിടുന്നത് സംബന്ധിച്ചും പിന്നീട് CPIയുടെ എതിർപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ വിശദീകരണമില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അവയൊന്നും മറുപടിയില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിലവിൽ തങ്ങൾ എത്തിച്ചേർന്ന ധാരണയിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെക്കുറിച്ചുള്ള കാതലായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? കരാർ ഒപ്പിടുന്നതിന് മുൻപായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത്. ഒപ്പിട്ടതിനു ശേഷം എന്ത് പരിശോധനയ്ക്കാണ് ഉപസമിതിയെന്നും സതീശൻ ചോദിച്ചു. PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ BJP അപലപിക്കുന്നുവെന്ന് V മുരളീധരൻ. ചരിത്രപരമായ ഒരു മണ്ടത്തരമായിട്ട് ഇതിനെ സമൂഹം വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വൈരാഗ്യം മൂലമാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതെന്നും രാജ്യത്തെ 95% കുട്ടികൾക്ക് ലഭിക്കുന്ന അവകാശം കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് മലയാളികൾ ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ സ്വദേശിയായ വീട്ടമ്മയാണ് ഇന്നലെ വൈകിട്ടോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. 77 വയസ്സായിരുന്നു. ഇവർ 1 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവരുടെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരം നടത്താനായി കലോർ സ്റ്റേഡിയം നവീകരണത്തിന് വിട്ടുകൊടുത്തതിൽ വിമർശനവുമായി ഹൈബി ഈഡൻ MP. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ബിസിനസ്സുകാരനാണെന്നും കായിക താൽപര്യത്തെക്കാൾ അദ്ദേഹത്തിനുള്ളത് ബിസിനസ് താൽപര്യമാണെന്നും ഹൈബി ആരോപിച്ചു. അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDA ചെയർമാന്റെ ഓഫീസിൽ ഫുട്ബോൾ കളിക്കാരുടെ വേഷത്തിലെത്തി പ്രതിഷേധിച്ചു.
താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട ആക്രമണ കേസിൽ SDPI പ്രാദേശിക നേതാവ് കസ്റ്റഡിയിൽ. കൂടത്തായി സ്വദേശി അമ്പാടൻ അൻസാറാണ് പിടിയിലായത്. കൂടത്തായിയിലെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ 351 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ കൈവശമുണ്ടായിരുന്ന പഴയ കൊടിമരത്തിലെ ശബരിമല വാജി വാഹനം തിരിച്ചെടുക്കാനുള്ള ചുമതല തിരുവാഭരണം കമ്മീഷണർക്ക് നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇന്നലെ ചേർന്ന ബോർഡ് യോഗമാണ് ചുമതല തിരുവാഭരണം കമ്മീഷണർക്ക് നൽകിയത്. 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോഴാണ് പഴയ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. വിവാദങ്ങളെ തുടർന്ന് വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. മോൺത തീവ്ര ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കൾക്ക് വീടോടുകൂടി വസ്തു വാങ്ങി രജിസ്റ്റർ ചെയ്യുന്നതിന് മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചോ സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ധനസഹായം ഉപയോഗിച്ചോ വീടോടുകൂടി വസ്തു വാങ്ങുന്നവർക്കാണ് ഇളവ് അനുവദിക്കുക. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പെൺമക്കൾ നൽകിയ പുനഃപരിശോധനാ ഹർജിയും ഹൈക്കോടതി തള്ളി. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്നായിരുന്നു ലോറൻസിന്റെ ആഗ്രഹമെന്ന് മകൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. പെൺമക്കളുടെ ആവശ്യം നേരത്തെ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി. എയർപോർട്ട് യാത്രക്കാരുടെ ചിരകാല സ്വപ്നമായ നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയുടെ നിർമ്മാണം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഈ മാസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചപ്പോൾ ഈ സ്റ്റേഷനു വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ഉറപ്പുകൊടുത്തിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ആറാട്ട് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം അവധിയായിരിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുക. പുതുക്കിയ വിമാന ഷെഡ്യൂളുകളും പുതുക്കിയ സമയക്രമവും അറിയാൻ യാത്രക്കാർ അവരവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. മണ്ണുത്തി ദേശീയപാതയിലെ 75 ലക്ഷത്തിന്റെ കവർച്ചയിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് അങ്കമാലി സ്വദേശികളാണ്. സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഒളിവിലാണ്. അങ്കമാലി സ്വദേശികളായ നിയാസും ശ്യാമുമാണ് പിടിയിലായത്. അങ്കമാലിയിൽ നിന്നും കറുകുറ്റിയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. കവർച്ചയ്ക്കെത്തിയ കാറും കണ്ടെടുത്തിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് UDF വെൽഫെയർ പാർട്ടി ധാരണയില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 28 സീറ്റുകളിൽ 14 സീറ്റുകളിൽ കോൺഗ്രസും 11 സീറ്റുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും. CMPയും RSPയും കേരള കോൺഗ്രസും ഓരോ സീറ്റിലാണ് മത്സരിക്കുക. അങ്കമാലി MLAയും AICC സെക്രട്ടറിയുമായ റോജി M. ജോൺ വിവാഹിതനായി. കാലടി മാണിക്യമംഗലം പുളിയേലിപ്പടി കോലഞ്ചേരി വീട്ടിൽ പൌലോസിന്റെയും ലിസിയുടെയും മകൾ ലിപ്സിയാണ് വധു. ഇന്നലെ അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിലായിരുന്നു വിവാഹം. TVK ജനറൽ ബോഡി വിളിച്ച് വിജയ്. അടുത്ത മാസം 5-ന് മഹാബലിപുരത്താണ് യോഗം കൂടുക. അടുത്ത ചുവട് കരുതലോടെയും ആലോചിച്ചും വേണമെന്നാണ് വിജയുടെ നിർദ്ദേശം. യോഗത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും പ്രവർത്തകർക്കുള്ള തുറന്ന കത്തിൽ വിജയ് പറയുന്നുണ്ട്. നിലവിലെ പ്രധാന ഭാരവാഹികളെ നിലനിർത്തിയതിനു പുറമെ കൂടുതൽ ജില്ലാ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിയാണ് 28 അംഗ നിർവാഹക സമിതി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിനു വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാകുമെന്ന വിമർശനവുമായി രാഹുൽ ഗാന്ധി. വോട്ടിനു വേണ്ടി നാടകം കളിക്കാൻ പറഞ്ഞാൽ മോദിജി അത് ചെയ്യുമെന്നും സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യുമെന്നും രാഹുൽ പറഞ്ഞു. ബീഹാറിൽ ഭരിക്കുന്നത് നിതീഷ് കുമാർ ആണെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത് BJP ആണെന്നും
നിതീഷിന്റെ മുഖം മാത്രമാണ് ബിജെപി ഉപയോഗിക്കുന്നതെന്നും രാഹുൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വിമർശിച്ചു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബീഹാറിലെ ജനങ്ങളെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അപമാനിച്ചെന്ന് ബിജെപി. നാടൻ ഗുണ്ടയെ പോലെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെന്ന് ബിജെപി നേതാവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റിച്ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ആമസോൺ ആഗോളതലത്തിൽ നടത്തുന്ന കൂട്ടപ്പിരിച്ചുവിടലിന്റെ ഭാഗമായി ആമസോൺ ഇന്ത്യയിലെ 900 മുതൽ 1100 വരെ ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. ആഗോളതലത്തിൽ ആമസോൺ വെട്ടിച്ചുരുക്കുക 30,000 തസ്തികകളാണ്. 2022 ഏകദേശം 27,000 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം ആമസോൺ നടത്തുന്ന ഏറ്റവും വലിയ വെട്ടിച്ചുരുക്കലാണ് ഇത്. അഫ്ഗാൻ മണ്ണിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഒരു വിദേശ രാജ്യവുമായി കരാറുണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഈ വെളിപ്പെടുത്തലാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തുർക്കി ചർച്ചകളിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്റെ ഭീഷണി കാരണം നിർത്തിയെന്ന അവകാശവാദവുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം നിർത്തില്ലെന്ന് തന്നെ അറിയിച്ച നരേന്ദ്രമോദി 2 ദിവസത്തിനു ശേഷം ഇത് സമ്മതിച്ചെന്നും ട്രംപ് പറഞ്ഞു. 250% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യയെയും പാകിസ്ഥാനെയും താൻ അറിയിച്ചെന്നും ട്രംപ് ജപ്പാനിൽ പറഞ്ഞു. ഇന്ത്യ ചൈന അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ കോർ കമാൻഡർ തല ചർച്ചയിൽ ധാരണയായി. ഈ മാസം 25-ന് ചുഷുൽ മോൾഡോ അതിർത്തി കൂടിക്കാഴ്ച പോയിന്റിൽ നടന്ന യോഗത്തിൽ നിലവിലെ സാഹചര്യം വിലയിരുത്തിയാണ് സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ധാരണയായത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹർ സംഘടനയുടെ പുതിയ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മൊഅമിനാത്ത് പ്രഖ്യാപിച്ചു. ജെയ്ഷിന്റെ ശത്രുക്കൾ ഹിന്ദു സ്ത്രീകളെ സൈന്യത്തിലെത്തിച്ചെന്നും വനിതാ മാധ്യമ പ്രവർത്തകരെ തങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുമാണ് മസൂദ് അസ്ഹറിന്റെ ആരോപണം. ഇതിനെ നേരിടാനാണ് പുതിയ വനിതാ വിഭാഗമെന്നും 21 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ റെക്കോർഡിംഗിൽ അസ്ഹർ അവകാശപ്പെട്ടു. പാകിസ്ഥാനിൽ തെഹ്രീക്കെ താലിബാന്റെ ആക്രമണത്തിൽ ആർമി ക്യാപ്റ്റൻ അടക്കം 7 സൈനികർ കൊല്ലപ്പെട്ടു. ഖൈബർ പഖ്തൂൻഖ്വയിലാണ് TTP പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ രൂക്ഷമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ പാക് സൈന്യത്തിൽ ക്യാപ്റ്റനായ നുമാൻ അടക്കം 7 സൈനികർ കൊല്ലപ്പെട്ടതായും 17 സൈനികർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ സമാധാന കരാർ കൂടുതൽ വഷളാകുന്നു. മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ കൃത്രിമത്വം കാണിച്ചതിലൂടെ ഹമാസ് ഇസ്രായേലിനെയും അമേരിക്കയെയും ലോകത്തെയും ചതിച്ചെന്ന രൂക്ഷമായ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 90-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഇസ്രായേൽ സൈനികനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 46 കുട്ടികളും 20 സ്ത്രീകളും ഉൾപ്പെടെ 104 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ 250ഓളം പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ചാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസയിൽ ആക്രമണം ആരംഭിച്ചത്. അതേസമയം ബുധനാഴ്ച രാവിലെയോടെ ആക്രമണം നിർത്തിവച്ചതായും ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിച്ചതായും, എന്നാൽ ഏതെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ആണവ പോർമുനയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ച് റഷ്യ. ഗ്രീക്ക് പുരാവൃത്തത്തിലെ സമുദ്രദേവനായ പൊസൈഡണിന്റെ പേര് നൽകിയിരിക്കുന്ന ഈ ആയുധത്തിന് ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷണത്തിന്റെ വിജയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കവെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. മഴയെ തുടർന്ന് ഓസ്ട്രേലിയ ഇന്ത്യ 1-ാം T20 ഉപേക്ഷിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 9.4 ഓവറിൽ 1-97 എന്ന നിലയിൽ നിൽക്കെയാണ് രണ്ടാമതും മഴയെത്തിയത്. എന്നാൽ തോരാ മഴയെ തുടർന്ന് മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നു. 39 റൺസെടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും 37 റൺസെടുത്ത ശുഭമാൻ ഗില്ലുമായിരുന്നു ക്രീസിൽ. 19 റൺസെടുത്ത അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്. വനിതാ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 125 റൺസിന് തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിന് യോഗ്യത നേടി.
ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ദക്ഷിണാഫ്രിക്ക 169 റൺസ് നേടിയ ക്യാപ്റ്റൻ ലോറ വോൾവാർഡിന്റെ മികവിൽ 320 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് 42.3 ഓവറിൽ 194 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്ന് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലെ വിജയികളെ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ നേരിടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.